അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ ദിവസമായി ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പരമാവധി നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു കുഞ്ഞ് ഏണിങ്സ് കിട്ടാനാണല്ലോ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അത് നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. പിന്നെ എന്താ രാവിലെ തന്നെ ചോറൊക്കെ വേണ്ടി വെള്ളം എന്താ വെച്ചിരിക്കണമെന്ന് വിചാരിക്കണ്ട. അത് പണിക്കാരുണ്ട് പറമ്പിലിട്ടാ. അപ്പോൾ കുറുവ അരിയാണ്. അപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ അത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അരിപ്പൊടിയുടെ ദോശയും ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതാ അവിടെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചക്ക കൊടുത്തിട്ടുണ്ട് കേട്ടോ മുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു പണിയും കൂടി ഉണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് ആ വീഡിയോസൊക്കെ ഇട്ട് ഞാൻ സമാധാനവും സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. പിന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ജീവിതത്തിൽ നമ്മൾ തന്നെ മുൻകൈ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെയും വാക്കൊക്കെ കേട്ടിട്ട് നമ്മൾ നിന്നിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും രക്ഷ കിട്ടൂല. അപ്പം നമ്മൾ നമ്മളേതായ നല്ല ചിന്തകളിലൂടെ മുന്നോട്ട് പോകല്ലേ. എന്നും നമുക്ക് അടിമയായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ മക്കൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം, നമ്മൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മളവരെ നന്നായിട്ട് ജീവിക്കാൻ നമ്മൾ അവർക്ക് അവസരം കൊടുക്കുക അല്ലേ. അപ്പം നമ്മളെ കുഞ്ഞാറ്റൊക്കെ മദർസ വിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളിതാ ഒരു ഭാഗത്ത് ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല മുത്ത് കുറേ ചക്ക കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും അപ്പോൾ ചക്ക കുറേ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും വേണം നമുക്കും വേണം. അപ്പോൾ ഞങ്ങളതൊക്കെ ഫുള്ളിരുന്നിട്ട് ഞാനും കുഞ്ഞാറ്റിയും ഷാമോനൊക്കെ കൂടിയിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടാണ്. അപ്പം ചക്കപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള അതിനുള്ള തയ്യാറെടുപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാളെ നമുക്ക് അനുബേബിയുടെ ബർത്ത്ഡേ കേട്ടോ. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഞാൻ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ബർത്ത്ഡേക്ക് ചെറിയൊരു ബർത്ത്ഡേ നമ്മളെ വീട്ടിലൊരു മാത്രമേ ഉള്ളൂ കേട്ടോ. അനുവിൻ്റെ 5ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ഉഷാറാക്കിയിട്ട് എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാ. അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തിയപ്പോൾ അതിന് നിന്ന് ഡാൻസ് കളിക്കാനായിട്ടാ. അപ്പോൾ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നത് ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു. പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പാട്ടും ഇതൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും പാട്ടൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താ പറയുക അല്ലേ, നമ്മളെ ജീവിതത്തിൽ വരുന്നൊരു വ്യക്തി നമ്മളെ മക്കളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാവണം. എന്നാലാണ് നമുക്ക് എന്താ പറയുക, മക്കളെ സ്നേഹിക്കുമ്പോൾ പിന്നെ നമുക്ക് അയാളെ നമുക്ക് അകറ്റാൻ പറ്റില്ല. പക്ഷെ മക്കളോടുള്ള ഒരു സ്നേഹം പോലും ഇല്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യുകയല്ലേ നമ്മളെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ നിങ്ങളോട് തുറന്ന് പറയാട്ടോ ഒരു ദിവസം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് വിഷമത്തിലൂടെയാണ് എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പക്ഷെ നമ്മളെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ കളിയാക്കി ചിരിക്കാനും കുറ്റപ്പെടുത്താനും ആളുകൾ അത് വേറെ ഉണ്ടാവും കേട്ടോ. പക്ഷെ കളിയാക്കണവരും കുറ്റപ്പെടുത്തുന്നവരും കുറ്റപ്പെടുത്തിക്കോട്ടെ. നമ്മളെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ. ആളുകളെ പേടിച്ചിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവൻ പോയിട്ട് പിന്നെ കാര്യമില്ലല്ലോ. നമ്മളെ ജീവൻ പോയിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് ആരും ഉണ്ടാവില്ലല്ലോ. എനിക്ക് 2 കുഞ്ഞു മക്കളാണ് കേട്ടോ. ചെറിയ കുട്ടികളാണ്. ഒരാൾക്ക് 10 വയസ്സും ഒരാൾക്ക് 8 വയസ്സുമാണ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനില്ലാതായ പിന്നെ അവർക്ക് ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് ഞാൻ തന്നെ വേണമല്ലോ താങ്ങും തണലായിട്ട്. അപ്പോൾ ഞാൻ മരിക്കണ വരെ ഞാൻ എന്തായാലും അവർക്ക് കൂട്ടായിട്ടുണ്ടാവും. അതാര് തളർത്താൻ നോക്കിയാലും ആര് എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും. എനിക്ക് ആരോഗ്യമുള്ള കാലം വരെ എൻ്റെ മക്കളെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഞാൻ വളർത്തും. ആരെ മുന്നിലും കൈ നീട്ടാതെ തന്നെ ഞാൻ വളർത്തും. അതിനുള്ളൊരു ധൈര്യം, എന്താ പറയുക, ഒരു മനസ്സമാധാനം എനിക്ക് തരാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അനുബേബിക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ അവരെ കൊണ്ട് കഴിയുന്ന ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റിയും ഷാമോനും പിന്നെ ഉണ്ണിമോളും ഉണ്ണുണ്ണിയും റബിയും മിച്ചും എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്കി എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ ഒക്കെ കിട്ടുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. എന്തായാലും മാഷാ അല്ലാഹ് ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിലാണ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാവരും എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ദുആ ചെയ്യുക. ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും